സാമ്പാജി നഗറിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് എല്ലോറ കേവ്സ് കാണാനാണ് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിരുന്നില്ല, ഇടയ്ക്ക് എവിടെ നിന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. 19 കിലോമീറ്റർ ഉണ്ട് നമുക്കിനി എല്ലോറ കേവ്സിലേക്ക്. ടൗൺ കഴിഞ്ഞു. 30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. താമസ സ്ഥലത്ത് നിന്ന് 30-32 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഇതെല്ലാം എല്ലോറ കേവ്സ് കാണാൻ പോകുന്നവരായിരിക്കും. ഒരുപാട് പേര് മുന്നിൽ പോകുന്നുണ്ട്. ആ സിറ്റിയുടെ തിരക്കൊക്കെ വീണ്ടും നമ്മൾ ഇന്നലെ അജിത്ത പോയ വഴി പോലെ അല്ലേ? അതിനേക്കാളും നല്ല വഴിയാണ്. അജിത്ത പോയ വഴി ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പാച്ചസ് ആയിട്ട് പണി നടക്കുന്നില്ല. റോഡ് പോയി കിടക്കുന്നു. പണിഞ്ഞാലേ പറ്റത്തുള്ളൂ. റോഡ് മോശമായിരുന്നല്ലോ. ഭൂരിഭാഗം റോഡ് മോശമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പോർഷൻ മാത്രമേ നല്ല റോഡുണ്ടായിരുന്നു. ഇത് നല്ല റോഡാണെന്ന് തോന്നുന്നു. സിറ്റിയായിട്ട് കുറച്ചുകൂടെ അടുത്തല്ലേ, 30 കിലോമീറ്ററല്ലേ ഉള്ളൂ മെയിൻ സിറ്റിയിൽ നിന്ന്. കുറച്ച് നല്ല റോഡാണ്, നല്ല വീതിയുള്ള റോഡും. ഇവിടെ എല്ലോറ മാത്രമല്ല, ദേവഗിരി ഉണ്ടല്ലേ? ദേവഗിരി ഫോർട്ട് ഉണ്ട്. ദൂരെ കാണുന്നുണ്ട് തോന്നുന്നു കേട്ടോ. ദേവഗിരി ഫോർട്ട് ഉണ്ട്. പിന്നെ ദൗലത്താബാദ് ഫോർട്ട് ഉണ്ട്. അത് രണ്ടും ഒന്നാണ്. ദേവഗിരി അറിയില്ല. ദേവഗിരി ഫോർട്ട് നമ്മുടെ ബോർഡ് അങ്ങനെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ കാണാൻ. നമുക്കെല്ലാം കൂടെ സമയമില്ല. അജന്ത കാണാൻ തന്നെ നമുക്ക് ഒരു ദിവസം എടുക്കും. അതെ, ഒന്നാമത് സിറ്റിന്ന് ദൂരെയാണ്. പിന്നെ അവിടെ ചെന്ന് കാണാനുള്ള ടൈം 3 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത്. അപ്പൊ 2 മണിക്കൂർ ഡ്രൈവ്, 2.5 മണിക്കൂർ എടുക്കും ഡ്രൈവ് 100 കിലോമീറ്റർ പോകാൻ. വേണ്ടോ മലയുടെ മേളില് ഫോർട്ട് കാണുന്നുണ്ട് കേട്ടോ. കല്ല് നോക്ക്. ഇത് ദൗലത്താബാദ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ ഇവിടുത്തെ ഫോർട്ടിനെ ദൗലത്താബാദ് ഫോർട്ട് എന്നാണ് കോമൺലി പറയുന്നത്. ഇപ്പൊ ഈ പേരെങ്ങനെ മാറ്റി ദേവഗിരി ഫോർട്ട് എന്നാക്കിയോന്ന് അറിയില്ല. രണ്ടും ഒന്നാണോ എന്ന കാര്യം അറിയില്ല. അപ്പൊ ഇതാണ് ദൗലത്താബാദ് ടൗൺ. ഇവിടെയൊക്കെ ഫോർട്ടിന്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ദേവഗിരി ഫോർട്ട് എന്നാണ് കണ്ടിരിക്കുന്നത്. ദേവഗിരി കില. അതേണ്ട കുറച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പോകുന്ന വഴിക്ക്. എൻട്രൻസ് ദൗലത്താബാദ് രണ്ടും ഒന്ന് തന്നെ. പുതിയ പേര് വന്നതായിരിക്കും ദേവഗിരി ചെയ്തല്ലോ. അപ്പൊ ദൗലത്താബാദും ദേവഗിരി ഒന്ന് തന്നെ അല്ലേ? തുറന്നിട്ടില്ല, 9 മണിയാകും തുറക്കാൻ. ഈ കർണാടകയിലുള്ള പിന്നെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഈ സൈറ്റുകളെല്ലാം തന്നെ 6 മണിക്ക് ഓപ്പൺ ആവും. വിജയപുര ആണെങ്കിലും ചിത്രദുർഗ ആണെങ്കിലും എല്ലാം 6 മണിക്ക് ഓപ്പൺ ആവും. അപ്പൊ നമ്മളെ പോലുള്ള ടൂറിസ്റ്റുകൾക്ക് അത് ഭയങ്കര ഉപയോഗമാണ്. ഒന്ന് ഈ ഫോർട്ടും ഇതേപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉച്ചയായി കഴിഞ്ഞാലൊക്കെ നല്ല വെയിലാവും. ഇപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് കാണാനും പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. വലിയ ചൂട് കാണില്ല, തിരക്ക് കാണില്ല, ഫോട്ടോസൊക്കെ നല്ലപോലെ എടുക്കാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. ഈ മഹാരാഷ്ട്ര വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം 9 മണിക്ക് ഓപ്പൺ ആവും. ഇപ്പോഴത്തെ പ്രശ്നം ഇപ്പൊ അജന്ത കാണാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിറ്റിയിലാണ് താമസിക്കുന്നത്. സിറ്റിയിൽ നിന്ന് 100 കിലോമീറ്റർ ഉണ്ട് അജന്തയിലേക്ക്. അപ്പൊ നമ്മള് 2-2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പിന്നെ അവിടെ നിന്ന് എത്തി 9 മണിയാകുമ്പോഴേ അവിടെ തുറക്കത്തുള്ളൂ. പിന്നെ 9 മണിയാകുമ്പോൾ തുറന്നു കഴിഞ്ഞാൽ തന്നെ അത് കണ്ട് വരുമ്പോഴത്തേക്കും എത്രയാ സമയമാവും? 12 മണി കഴിയും. എങ്ങനെയായാലും 12:30-1 മണി ആവും. ഈ 1 മണി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമുക്ക് സിറ്റിയിലോട്ട് വന്ന് അടുത്തൊരു മോണുമെന്റ് കാണാൻ അതെല്ലാം 5 മണിയാകും. പിന്നെ നമ്മൾ 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് തിരിച്ച് വീണ്ടും സിറ്റിയിലോട്ട് വരുമ്പോഴാണ് ഈ ദൗലത്താബാദ് അതേപോലുള്ള ബാക്കിയുള്ള ബീബി മക്ബര അങ്ങനെയുള്ള എല്ലാ പിന്നെ സൈറ്റുകളും ഉള്ളത്. അപ്പൊ നമ്മൾ വരുമ്പോഴത്തേക്കും അതെല്ലാം ക്ലോസ്ഡ് ആവും. അപ്പൊ അജന്ത കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസത്തെ പരിപാടിയാണ്. അതാണ് ഇന്നലെ നമുക്ക് പറ്റിയത്. നല്ല അടിപൊളി ഫോർട്ടാണ്. ഒരു കുന്നിന്റെ മണ്ടയിലാണ് സാധനം. അപ്പൊ നമ്മളൊരു ഘാട്ട് സെഷൻ കയറി തുടങ്ങിയിട്ടുണ്ട്. നല്ല കയറ്റം അല്ലേ? ഇങ്ങനെ ചുറ്റി ചുറ്റി പൊക്കോണ്ടിരിക്കാം. നമ്മള് സത്യമംഗലമൊക്കെ കയറുന്നു. ഏതായാലും നല്ല പച്ചപ്പുണ്ട്. ആ മഴ പെയ്തത് നല്ല ഗ്രീനറിയാണ്. ഇന്നും മഴയുടെ ചെറിയൊരു ഇതുണ്ടെന്നല്ലേ പറഞ്ഞേ? ക്ലൈമറ്റ് മഴ പെയ്യാൻ ചാൻസ്. മൂടിയ അന്തരീക്ഷമാണ്. മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു.
ഒക്കെ ഇവിടുത്തെ ഫേമസ് ആണ് മഹാരാഷ്ട്രയിൽ. അപ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വടാപ്പാവും മിസലും ഒക്കെ ഇവിടെ കിട്ടും. ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സ്പെഷ്യലാണ്, പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഇത് യൂഷ്വൽ അവരുടെ സാധാരണ മെനുവിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കേട്ടോ. മിസൽ പാവും വടാപ്പാവും ഒക്കെ. അപ്പോൾ നമുക്കും അതൊക്കെ കഴിക്കണ്ടേ ഇവിടെ വന്നിട്ട്. അപ്പോൾ അത് ആദ്യം ചായ പറഞ്ഞിട്ടുണ്ട്, പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വരുമ്പോൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഓസ്കർ മിസൽ താലി എന്ന് പറയുന്നത്. ഇതിൽ കുറേ ഉണ്ട്. മിസൽ എന്ന് വെച്ചാൽ ഈ ഒരു സാധനമാണ് മിസൽ പാവിൻ്റെ ആ ഒരു ഗ്രേവി എന്ന് പറയുന്നത്. പിന്നെ ഇത് കണ്ടോ മിക്സ്ചർ പോലുള്ള ഒരു മിസൽ. പിന്നെ വടാപ്പാവിൻ്റെ ആ പാവുണ്ട്. പിന്നെ കുറേ സ്വീറ്റ്സും എന്തൊക്കെയോ എന്താ പറയുക ഈ ചാട്ട് ഐറ്റംസിലൊക്കെ വരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇത് മിക്സ് ചെയ്ത് കഴിക്കാൻ കേട്ടോ ചേട്ടൻ ഗ്രാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് മിക്സ് ചെയ്ത് കഴിക്കാനാണ് പറഞ്ഞത്. ഈ ഓണിയനും എല്ലാം നല്ല ഫ്രഷ് വടാപ്പാവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. പാവും അതിനകത്തുള്ള വടയും മസാലയും മുളകും ഒക്കെ നമുക്ക് ഏതായാലും കഴിക്കാം. എനിക്ക് കൊതിയാവുന്നുണ്ട് കഴിക്കാം. നല്ല ചൂടാണേ. വാ കൊള്ളു. ഓക്കെ ചൂട് നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല ഫ്ലേവർ. നോക്ക് അതിനകത്തെ മസാലയൊക്കെ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത് അടുത്ത ഐറ്റം വന്നിട്ടുണ്ട് മട്കി ഭേൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. മട്കി ഭേൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്. ഒരൊന്നൊന്നര ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി. 290 രൂപയായിരുന്നു ഇത്രയും കഴിച്ചിട്ട്. എത്ര വടാപ്പാവ് കഴിച്ചു? 3-4 വടാപ്പാവ്, പിന്നെ ഒരു എന്താ താലി, പിന്നെന്താ രണ്ടാമത് മിസൽ മിസൽ മട്ക മട്ക. ഇത് എന്താ പറഞ്ഞ കല്ലു അതിന്? ഭേൽ, മട്കി ഭേൽ. ഓസ്കർ മിസലാണ് അല്ലാതെ മേടിച്ച കേട്ടോ. അടുത്ത സ്പെഷ്യലാണ്. കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ടേസ്റ്റി, നല്ല ഹെൽത്തി ഫുഡും കൂടെയാണ്. ടേസ്റ്റി എന്ന് മാത്രമല്ല അതിൽ മുളപ്പിച്ച പയറൊക്കെ ചേർത്തിട്ട് അവരുണ്ടാക്കുന്ന കേട്ടോ. സാധാരണഗതിയിൽ കല്ലു പൊന്നു ഒന്നും അങ്ങനെ കഴിക്കാത്തതാണ്, പക്ഷെ ഇന്ന് എന്തോ ചോദിച്ച് മേടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു അല്ലേ. ഇഷ്ടപ്പെട്ടു നല്ലോണം. അപ്പോൾ ഇത് എല്ലോറയിലേക്കുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണ്. വീണ്ടും നമ്മളൊരു ഘാട്ട് സെഷനിലൂടെ കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലോറയുടെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മളിവിടുത്തെ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പൊക്കോ ഒരുപാട് നല്ല തിരക്കുണ്ടല്ലേ. നേരെ പോട്ടെ. അപ്പോൾ ഇവിടെ 60 രൂപയാണ് കേട്ടോ പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത്. അപ്പോൾ പാർക്കിംഗ് ഏരിയയിൽ വന്ന് കാറൊക്കെ ഇട്ട് കേട്ടോ. ഇവിടെ വലിയൊരു ഏരിയയാണ്, നീളത്തിൽ ഒരുപാട് ഏരിയ ഉണ്ട്. കാറൊക്കെ നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. ഇത് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഓ ഇതല്ലേ കമ്പ്യൂട്ടറിൽ എന്തോ ഇത് ചെയ്തിട്ട്. ഇവിടെ എങ്ങനെ കുട്ടികൾക്ക് വേണ്ട ടിക്കറ്റ്? 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ എല്ലോറയിലെ ഏറ്റവും പ്രസിദ്ധമായ കൈലാസനാഥ് ടെമ്പിളിൻ്റെ തൊട്ട് മുന്നിലാട്ടോ ഉള്ളത്.
മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് ജില്ലയിലെ എല്ലോറ ഗുഹകളിൽ സ്ഥിതി ചെയ്യുന്ന ഒറ്റക്കല്ല് വെട്ടിമുറിച്ച് കൊത്തിയെടുത്ത ഏറ്റവും വലുതും പുരാതനവുമായ ക്ഷേത്രമാണ് നമ്മൾ ഈ കാണുന്ന കൈലാസനാഥ ക്ഷേത്രം. ഒരൊറ്റ പാറയിൽ നിന്നുമാണ് ഈ ക്ഷേത്രം കൊത്തിയെടുത്തിരിക്കുന്നത്. അതുതന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. 31.61 മീറ്റർ നീളത്തിലും 46.92 മീറ്റർ വീതിയിലും പിരമിഡ് മാതൃകയിൽ 3 നിലകളായിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലോറ ഗുഹകൾ എന്നറിയപ്പെടുന്ന 34 ഗുഹാക്ഷേത്രങ്ങളിൽ 16ാമത്തെ ഗുഹാക്ഷേത്രമാണ് കൈലാസനാഥ ക്ഷേത്രം. 8ാം നൂറ്റാണ്ടിൽ ഇവിടം ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശത്തിലെ കൃഷ്ണൻ ഒന്നാമൻ എന്ന രാജാവിൻ്റെ ഭരണകാലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. നമ്മളപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ഇടതുവശത്തേക്കാണ് ആദ്യം തിരിയേണ്ടത് കേട്ടോ. ആ ഇടതുവശത്ത് നമ്മൾ കാണുന്ന ഒരു വലിയ ആനയുടെ രൂപം, ആക്ച്വൽ ആനയെക്കാളും വലുത് തോന്നും. കണ്ടാൽ നമുക്ക് എന്താ പറയുക, ഒറിജിനൽ ആനയുടെ അല്ലേ, അത്രയും വലിപ്പമുണ്ട്. അതെ, അതിൻ്റെ തുമ്പിക്കൈയൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ഇടതുവശത്ത് കൂടി വരുമ്പോൾ ശ്രീകോവിലിൻ്റെ സൈഡിൽ കൊത്തി വെച്ചിരിക്കുന്നത് മഹാഭാരതത്തിൻ്റെ ഓരോ എന്താ പറയുക ഓരോ എപ്പിസോഡ്സാണ്. അതായത് മഹാഭാരതത്തിൻ്റെ കഥാസന്ദർഭം. ക്ഷേത്രത്തിലാണ്. ശിവന്റെ ആ ഒരു കൈലാസ ക്ഷേത്രമായതുകൊണ്ട് തന്നെ പണ്ട് നിർമ്മിച്ച കാലത്ത് ഇത് മുഴുവൻ വെള്ള നിറത്തിലായിരുന്നു കേട്ടോ. അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ പ്രതീതി ഉണ്ടാവാനായിട്ട് വെള്ള നിറത്തിലാണ് ഈ ഒരു ക്ഷേത്രം മുഴുവൻ നിർമ്മിച്ചത്. പക്ഷെ കാലക്രമേണ ആ നിറങ്ങളൊക്കെ പോയി ഇപ്പോഴേ ആക്ച്വൽ കരിങ്കല്ലിന്റെ ആ ഒരു കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ പല ഭാഗത്തും നമുക്ക് ആ വെള്ള നിറം കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. ശ്രീകോവിൽ എന്ന് പറയുന്നത് ആനകൾ ഇങ്ങനെ ചുമലിലേന്തി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഉള്ളത്. അതിൽ പക്ഷേ എല്ലാ ആനകളുടെയും മുഖം ഇങ്ങനെ തകർത്തിരിക്കുകയാണ്. ഇതേ കണ്ടോ, ഓരോ ആനയുടെ മുഖം അവിടെ തകർക്കപ്പെടാത്ത രീതി നമുക്ക് കാണാനായിട്ട് ഇതേ കണ്ടോ, എന്ത് രസമാണ് നോക്ക്. അപ്പോൾ അതുപോലെ ആയിരുന്നുവെങ്കിൽ എന്ത് ഭംഗിയായിരുന്നു. ഇപ്പം തന്നെ നല്ല ഭംഗിയാണ്. മുഴുവൻ ആനകളുടെ മുഖം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നേനെ. നല്ലൊരു ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നേ കണ്ടോ, ഇവിടെ ചെറിയ ചെറിയ ഓവുകൾ നമുക്ക് പല സ്ഥലത്തുണ്ട്. ഇവിടെ ഉണ്ട്, അത് കണ്ടില്ലേ, അവിടെ നിന്ന് ഓവുണ്ട്. ചെറിയ ചെറിയ ഓവുകൾ വന്ന് വലിയൊരു ഓവിലേക്ക് വീഴുന്ന രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴി വെള്ളം പുറത്തേക്ക് ഒഴുകി. അപ്പോൾ എന്തൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും എന്നവർ ചെയ്യുന്നത്. അതേ കണ്ടോ, ചെറിയ ചെറിയ ഓവുകൾ കണ്ടോ, വലിയൊരു ട്രെയിനിലേക്ക് വീഴുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
ഒരുപാട് ആനകളുടെ ശില്പം ഉണ്ടെന്ന്. ആനകളുടെ മാത്രമല്ല സിംഹങ്ങളുടെയും ശില്പമുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാം സിംഹം ഇങ്ങനെ ആനയെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടും തമ്മിൽ, ആനയും സിംഹവും തമ്മിൽ മൽപ്പിടുത്തം നടക്കുന്നു. അതിൻ്റെ അടുത്തൊരു കുട്ടിയാന നിന്ന് സ്വന്തം അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് ചിത്രങ്ങൾ. തൊട്ടിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിംഹത്തിൻ്റെ 2 ആനകൾ ചേർന്നിങ്ങനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ആ സ്റ്റാച്യൂസ് ഒക്കെ ഇപ്പം നശിപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ മുഴുവൻ രൂപവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഈ കാണുന്ന ഒരു സിംഹത്തിൻ്റെ രൂപമാണ് നടുക്കുവശത്ത്. അപ്പോൾ ഈ ഒരു സ്റ്റാച്യൂവിൽ നമ്മൾ കൂടുതലും വിശദമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് തറയിൽ കണ്ടോ ഒരു സിംഹത്തിനെ ഇങ്ങനെ ആന ചവിട്ടി പിടിച്ചേക്കുന്ന, നടുക്ക് നിൽക്കുന്ന ആന നിലത്ത് കിടക്കുന്ന ചവിട്ടി പിടിച്ചിരിക്കുന്നു. അതിനെ രക്ഷിക്കാനായിട്ട് അടുത്ത സിംഹം വരുന്നു, ആനകൾ കൂടെ വരുന്നു. ആ ആനയുടെ കൊമ്പ് സിംഹത്തിന്റെ വായിലാണ്. തുമ്പിക്കൈയോ കൊമ്പോ ആ സിംഹത്തിന്റെ വായിക്കകത്തുണ്ട്. വായിക്കകത്തൂടെ കുത്തി കയറിയിരിക്കുന്നു. പുറകിൽ നിന്നൊരു ആന ഈ സിംഹത്തിനെ തള്ളുന്നു. അപ്പൊ കുട്ടിയാന അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നു. ആ കുട്ടിയാനയെ പിടിക്കാൻ വേണ്ടി കുട്ടിയാനയുടെ ബാക്കിൽ വേറൊരു സിംഹം. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തൊരു ശില്പമായിരുന്നു അല്ലേ? അന്നത്തെ കാലത്ത് അവർ നേരിട്ട് കണ്ട കാര്യങ്ങളല്ലേ പക്ഷേ എല്ലാം നശിപ്പിച്ചു എന്നാണ് പറയാം. ഈ ഒരു വ്യൂ കാണുന്നുണ്ടോ 20 രൂപ നോട്ടിലെ? അതേ സെയിം വ്യൂ ആണ് നമ്മളിവിടെ നേരിട്ട് കാണുന്നത്. ശ്രീകോവിലിന്റെ ഇടതുവശത്തെ ചുവരിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാഭാരതമാണ് കൊത്തി വെച്ചിരിക്കുന്നത്. വലതുവശത്തെ ചുവരിൽ ഇപ്പോൾ രാമായണമാണ് കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാമായണത്തിന്റെ പല പല ഭാഗങ്ങൾ. വളരെ മൈന്യൂട്ട് കാർവിംഗ് ആണെങ്കിലും കണ്ടില്ലേ, മറ്റേ മാരീചൻ മാനിന്റെ രൂപത്തിൽ വന്നിട്ട് ശ്രീരാമൻ പുറത്തു പോകുമ്പോൾ ലക്ഷ്മണൻ മാൻ ചെയ്യാൻ പോകുമ്പോഴാണല്ലോ രാവണൻ വന്ന് സീതാദേവിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. ആ തട്ടിക്കൊണ്ടുപോകുന്നതും പുഷ്പവിമാനത്തിൽ കൊണ്ടുപോകുന്നതും ഒക്കെ ഇവിടെ നല്ല രീതിയിൽ അവർ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. 3ാമത്തെ റോയിൽ കണ്ട ഒരു രഥത്തിൽ പോകുന്ന പോലെ നടുക്ക് കണ്ടോ, ഒരു തേരിലിരുന്ന് കൊണ്ടുപോകുന്ന പോലെ കണ്ടോ. മാനിനെ അമ്പ ചെയ്യുന്നതും എല്ലാം അതിനകത്തുണ്ട്. മാരീചിനെ അമ്പ ചെയ്യുന്നു. മാരീചിനെ അമ്പ ചെയ്യുന്നു. രഥത്തിലേക്ക് കൊണ്ടുപോകുന്നു. ലങ്കയിൽ കൊണ്ടുപോകുന്നതും പിന്നെ വാനരന്മാരുടെ യുദ്ധവും. കേട്ടോ. ശ്രീകോവിലിന്റെ ഭാഗത്തേക്ക് കയറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അതായത് ശ്രീകോവിലിനെയും മറ്റൊരു ഗോപുരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം. അന്നത്തെ കാലത്താണ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതും കരിങ്കല്ലിൽ നിർമ്മിച്ചത്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ശ്രീകോവില്. പൂജയൊന്നും നടക്കുന്നില്ല. നമുക്ക് ഏതായാലും ഉള്ളിലേക്ക് പോകാം.
സാധാരണ ക്ഷേത്രങ്ങളെ പോലെ കല്ലുകൾ കൂട്ടി യോജിപ്പിച്ചുണ്ടാക്കിയതല്ല ഈ കൈലാസ്നാഥ ക്ഷേത്രം. പകരം വലിയ ഒരു പാറക്കുന്നിനെ ഒന്നാകെ മുകളിൽ നിന്ന് താഴേക്ക് വെട്ടിമാറ്റിയും തുരന്നും കൊത്തിയെടുത്തുമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെടുത്തത്. സാധാരണ ഗുഹകൾ മുൻവശത്തു നിന്ന് അകത്തേക്ക് വെട്ടിയും തുരന്നുമൊക്കെയാണ് നിർമ്മിക്കുന്നത്, അതായത് കട്ട് ഇൻ മോണോലിത്ത് സ്റ്റൈൽ രീതിയിൽ. എന്നാൽ ഇവിടെ ഈ കൈലാസ്നാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിന് നേരെ തിരിച്ചുള്ള രീതിയിലാണ്, അതായത് കട്ട് ഔട്ട് മോണോലിത്ത് രീതിയിൽ. ലോകത്ത് മറ്റൊരിടത്തും ഈ വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഇത്രയും വലിയൊരു നിർമ്മിതി വേറെയില്ല. ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടപ്പോൾ ഏകദേശം 4 ലക്ഷം ടൺ പാറയാണ് തുരന്നും വെട്ടിയും മാറ്റിയത്. ഇത്രയും ടൺ പാറ തുരന്നു മാറ്റുന്നതിന് നൂറ്റാണ്ടുകളുടെ മനുഷ്യാധ്വാനം വേണ്ടിവരും. പക്ഷേ ഈ പ്രദേശത്ത് അത്രയും നാൾ നീണ്ടുനിന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ യാതൊരു തെളിവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആ കാലഘട്ടത്തിലെ മറ്റ് ചരിത്ര സംഭവങ്ങളിലും രാജഭരണങ്ങളുടെ രേഖകളും പരിശോധിച്ചാൽ വെറും 18 വർഷങ്ങൾ കൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും വ്യക്തമാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 18 വർഷം കൊണ്ട് 4 ലക്ഷം ടൺ പാറ നീക്കം ചെയ്തെങ്കിൽ ഒരു വർഷം ഏകദേശം 22,000 ടൺ പാറ നീക്കം ചെയ്തിട്ടുണ്ടാവണം. ഇതിനർത്ഥം ഓരോ ദിവസവും 60 ടൺ പാറ വീതം വെട്ടിമാറ്റി നീക്കം ചെയ്തു എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മണിക്കൂറിൽ 5 ടൺ പാറ. ഈ അത്യാധുനിക കാലഘട്ടത്തിൽ നമുക്ക് ലഭ്യമായ എല്ലാ യന്ത്ര സംവിധാനങ്ങളും ഉപയോഗിച്ചാൽ പോലും ഒരു മണിക്കൂറിൽ 5 ടൺ പാറ തുരന്നു മാറ്റുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നിരിക്കെ വെറും ഉളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ച് അന്നത്തെ കാലത്ത് മനുഷ്യർക്കിത് എങ്ങനെ സാധിച്ചു? ഇവിടെയാണ് ഇത് മനുഷ്യർക്ക് സാധ്യമല്ലെങ്കിൽ അന്യഗ്രഹ ജീവികളുടെ സഹായത്തോടെ സൃഷ്ടിച്ചതാണോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്. പക്ഷേ കൈലാസ്നാഥ ക്ഷേത്രം നിർമ്മിച്ചത് അന്യഗ്രഹ ജീവികളാണെന്ന ആശയം വെറും ഊഹാപോഹങ്ങൾ വച്ചുകൊണ്ടുള്ള ഒരു തിയറി മാത്രമാണ്. അതിന് കാര്യമായ തെളിവുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എല്ലോറ ക്ഷേത്രത്തിലെ കാഴ്ചകളൊക്കെ? കൈലാസ്നാഥ ക്ഷേത്രം മാത്രമേ ഞങ്ങൾ കയറി കണ്ടുള്ളൂ കേട്ടോ. അവിടെ 10-31 കേവ്സ് വേറെയുണ്ട്, ചെറുതും വലുതുമൊക്കെ ആയിട്ട്. പക്ഷെ അജന്തയെ കണ്ടതുപോലുള്ള കേവല്ല, ചെറിയ കേവുകളാണ്. അപ്പോൾ സമയക്കുറവ് മൂലവും ഒക്കെ നമ്മൾ ഈ ഒരു കൈലാസ്നാഥ ടെമ്പിൾ മാത്രമേ കയറി കണ്ടുള്ളൂ. എന്തൊക്കെയല്ലേ അവിടെ കാണാമല്ലോ, അത് മാത്രം കണ്ടാൽ മതിയല്ലോ. കണ്ടിട്ട് എന്താ പറയുക, നമുക്ക് മനുഷ്യനിർമ്മിതമൊന്നും ആണെന്ന് തോന്നുന്നില്ല കേട്ടോ, അത്രയ്ക്ക് അടിപൊളിയാണ്. തീർച്ചയായും ലൈഫ് ടൈമിൽ ഒരിക്കലെങ്കിലും വന്ന് നേരിട്ട് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ എല്ലോറ കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിയുന്നവരൊക്കെ വന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. നമ്മുടെ യാത്രകൾ തീരുന്നില്ല. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ രണ്ടും ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു, അതായത് അജന്തയും എല്ലോറയും. അപ്പോൾ നമുക്കിനി നാട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയപുരയിലാണ് കേട്ടോ. അപ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.